ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഞെട്ടും, ഉറപ്പാ. ഞെട്ടത്തില്ലേ? അതാണ് ശബരിമലയുടെ മിനിയേച്ചർ. ആ ഒരു സംഭവം ഒരു 1/2 കിലോമീറ്റർ ദൂരത്ത് ഒരു ഫുള്ള് സെറ്റായിട്ട് ഇട്ടേക്കുവാ. സിനിമ സെറ്റ് പോലും ഇത്രയില്ല. നിങ്ങൾ കണ്ടു നോക്കുക, ഈ പിള്ളേരൊക്കെ അതിന്റെ പുറകിലുണ്ട്. 1.5 മാസം ഈ ഒരു സ്ഥലത്തെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടി 1 മാസം അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ചെയ്ത പണിയാണ്. നിങ്ങൾ ഈ ഫുള്ള് വീഡിയോ ഒന്ന് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. നോക്കിക്കോ, അടിപൊളി ഐറ്റമാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് എരുമേലി വാവര് പള്ളി. ഇത് വലിയൊരു രീതിയിലാണ്. ഇതിപ്പം ഇതിൻ്റെ വലിപ്പം കാണണമെങ്കിൽ ഈ മോൻ ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്. ഈ മോനെ നിൽക്കുന്നതിനെക്കാട്ടിലും വലിപ്പമാണ്. ഏകദേശം ഒരു 8 അടിയോളം നീളമുണ്ട്. വലിയൊരു രീതിയിലാണിത്. ഫുള്ള് കാർഡ്ബോർഡും തെർമോക്കോളും ഒക്കെ വെച്ച് നിർമ്മിച്ചതാണ്. അതായത് ഇതിൻ്റെ ഉൾഭാഗം വരെ നല്ല വൃത്തിയായിട്ട്, ശരിക്കും ഒരു പള്ളിയിൽ എങ്ങനെ കയറിയാൽ എങ്ങനെ ഇരിക്കും, വാവരപള്ളിയിൽ പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലാണ് ഈ പള്ളി സെറ്റ് ചെയ്തേക്കുന്നത്. ഈ പള്ളിക്കകത്തൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന ഈ പള്ളി ഉണ്ടല്ലോ, ഈ പള്ളി ഒരു എന്തെങ്കിലും സംഭവം വെച്ച് ക്ലോസ് ചെയ്ത് ഉണ്ടാക്കിയതല്ല. ഇതിനകത്തൊക്കെ സ്പേസ് ഉണ്ട്. ശരിക്കും ഒരു പള്ളിക്കകത്ത് കയറുന്ന ഒരു എഫക്റ്റിലൊക്കെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഈ ഒരു ഭയങ്കര സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. MVDയോടൊക്കെ പ്രത്യേക സ്നേഹമാണ്. MVDയും നമ്മുടെ KSRTC ഒക്കെ കുറേ ബസ്സുകളുണ്ട്. ഇത് 1-2 ഈ പോകുന്ന വഴി ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഫുള്ളായിട്ട് അവരൊരു മിനിയേച്ചർ ചെയ്തേക്കാം. ശബരിമലയുടെ കല്ലിടാൻകൊഴുന്ന അഴുതാ നദിയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇത് അഴുതാ നദി ഒരു സിമെന്റിനകത്ത്, നദിയൊക്കെ ഒരു സിമെന്റിൽ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ കാണുന്ന കരിമല. ഈ കരിമലയിലേക്ക് കുത്തനെയുള്ള കയറ്റം. അതിനകത്ത് കണ്ടോ ഒരു ട്രാക്ടറൊക്കെ അവർ ഭയങ്കര സെറ്റപ്പാണ്. ഇത് ചെയ്യാൻ ഇവർക്കൊരു കഴിവ് മാത്രം പോലെ, ഇത് ഭയങ്കര ഒബ്സർവേഷൻ ആണ്. ഇത്രയും സംഭവം അവർക്ക് ഓർത്ത് വെച്ച് ഇത് ചെയ്തെടുക്കാൻ ഒരു വല്ലാത്ത കഴിവ് തന്നെ വേണം. ഹെലിക്കാം നമ്മൾ ശബരിമല റൂട്ടിൽ കൂടെ ഓടിച്ചാലെങ്കിൽ അതേ സെറ്റപ്പിലാണ് അവർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാമറയ്ക്കകത്ത് നമ്മളിങ്ങനെ എടുക്കുന്നുണ്ടോ, കുറച്ചുകൂടെ ദൂരത്തിൽ നിർത്തി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സെറ്റപ്പ് കിട്ടും. ഈ ശബരിമല പോകുന്നവരൊക്കെ നിലയ്ക്കലമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ആർച്ച് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം നിലയ്ക്കലമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആർച്ച് അതൊക്കെ അതേ അപ്പടിയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ആർച്ചും ശിവന്റെ തലയൊക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ട്. ഇത് ഭയങ്കര അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ്. പമ്പ പോലീസ് കൺട്രോൾ റൂം, ഇതൊക്കെ അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കാർഡ്ബോർഡിലാണ് ചെയ്തേക്കുന്നത്. നമ്മളത് കാണുമ്പോൾ വിചാരിക്കും ഇതൊരു ഓഫീസാണെന്ന്. പക്ഷേ അതൊരു ഓഫീസ് സെറ്റപ്പിലാണ് അവർ ചെയ്തേക്കുന്നത്. അതിനകത്ത് അതിൻ്റെ ടോണും സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ലാപ്ടോപ്പൊക്കെ ചെയ്തേക്കുന്നതെല്ലാം കാർഡ്ബോർഡ്, ഈ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട്. കാർഡ്ബോർഡിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഫോണ് പമ്പയത്തിൽ നിന്ന് കയറി നേരെ വന്ന് ഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ കണ്ട പന്തളരാജൻ്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ പക്കയാണ്. അത് തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പിന്നെ പമ്പയെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഗണപതി ക്ഷേത്രം കണ്ടാൽ. ഏകദേശം ഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് സംഭവം ചെയ്തേക്കുന്നത്. ഗണപതി ക്ഷേത്രമൊക്കെ അത് തന്നെ. ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് ഈ മല ചവിട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് പോലീസിൻ്റെ ഒരു സംഭവം, സെക്യൂരിറ്റി സംഭവം ആയിരിക്കുന്നു. അതൊക്കെയാണ് ഉണ്ടാക്കി ചെയ്യുന്നത്. നീലിമല ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഈ കാണുന്ന ശബരിപീഠമാണിത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ പുലി ഇരിപ്പുണ്ട്. ശരംകുത്തിയാണ് ഈ കാണുന്നത്. സംഭവമൊക്കെ കറക്റ്റായിട്ട് ചെയ്തേക്കുന്നത്. ശരംകുത്തി പോയിട്ടുള്ളവർക്ക് അറിയാം. ഒരു നാഗദേവനുള്ള അമ്പലമൊക്കെ ഉണ്ട്. അതൊക്കെ പക്ക അത് തന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. മോനെ, ഇതാണ് സാധനം, ഇതാണ് സംഭവം. കറക്റ്റ് നമ്മൾ സന്നിധാനത്തിൽ എന്ന അതേ ഫീല്. പക്ക സന്നിധാനത്തിൽ എന്നാ എങ്ങനെ ഇരിക്കും അതുപോലെ അല്ലേ? അമ്മയ്ക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നിയത്? അതേപോലെ തന്നെ. ഇത് ഈ വട്ടം ആദ്യമായിട്ടാണ് വരുന്നത് കാണാൻ? ആദ്യമായിട്ടാണ്. ഇത് അറിഞ്ഞു വന്നെയാണോ? ആണോ? വീട് എവിടാ? ഞങ്ങളുടെ വീട് കുന്നടന്ന് വരുവാ ഇത് കാണാൻ വേണ്ടി വരുവാ. മോനെ ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ അയാളെ കാണിക്കാൻ വേണ്ടി കണ്ടോ? അതൊക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇത് മണിമണ്ഡപമുണ്ട്, മാളികപ്പുറ ക്ഷേത്രമുണ്ട്. എല്ലാം അതുപോലെ സന്നിധാനത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സന്നിധാനത്തെ അതേ ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കറക്റ്റ് അതേ മിനിയേച്ചർ. സന്നിധാനം എങ്ങനെ ഉണ്ടോ അതേ മിനിയേച്ചറായി സംഭവം ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഭസ്മക്കുളം അതൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ശബരിമലയുടെ ആ സന്നിധാനത്ത് ചെയ്തേക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമാണ്. അതിൻ്റെ ആ ഭിത്തിയിലുള്ള വർക്കൊക്കെ ഇത് നോക്കൂ. ആ വർക്കൊക്കെ പക്ക അത് തന്നെ ചെയ്തേക്കുന്നത്. ഭയങ്കര ഒബ്സർവേഷൻ ഉണ്ട്. ചെയ്ത ആൾക്കാർക്ക് കറക്റ്റ് ഒബ്സർവേഷനിലായി സംഭവം ചെയ്തേക്കുന്നത്.
ഇത് കറക്റ്റ് ഒരു റോഡ് സൈഡിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ എത്ര ആൾക്കാരാണ് വരുന്നത് ഇത് കാണാൻ. ഇത് കാണാൻ വരുന്ന ആൾക്കാർ ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ആകിയൊക്കെ ഉണ്ട്. കറക്റ്റ് ശബരിമല സന്നിധാനമാണ് നമ്മൾ കാണുന്നത്. ഇത് ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് ശ്രീ ശബരീശ്വര ഭക്തസമിതി അയ്യപ്പൻകാവ് പട്ടാഴി വടക്കേക്കര മാലൂർ. അവരാണ്. അവർ ഒരാളായിട്ടല്ല, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതിനകത്ത് കൊച്ചു കുട്ടികളുണ്ട്, വലിയ ആളുകളുണ്ട്. ഇവരൊക്കെ ഒരു മാസക്കാലം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയം രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്ന് കാർഡ്ബോർഡിലൊക്കെ വെട്ടി ഉണ്ടാക്കിയാണ് ചെയ്തേക്കുന്നത്. ഈ കൊടിമരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ക അത് തന്നെയാണ്, സെയിം കൊടിമരം. അതെ, നമ്മൾ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ശബരിമലയ്ക്ക് അകത്തോട്ട് നോക്കുന്ന പോലെ. നമ്മൾ ശബരിമല സന്നിധാനത്തിനകത്തേക്ക് കയറുമ്പോഴേ നമ്മൾ കാണാത്തക്ക രീതിയിൽ ആ സെറ്റപ്പ് ചെയ്തേക്കും. സന്നിധാനത്ത് എന്നിട്ട് നമ്മളിങ്ങനെ അകത്തോട്ട് നോക്കിയാലേ ഇതേണ്ട് കണ്ടോ കറക്റ്റ് അതുപോലെ കാണാം. ഇതുകൊണ്ട് അയ്യപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്നത് അതൊക്കെ കറക്റ്റ് പക്ക അത് തന്നെ ചെയ്ത് വെച്ചേക്കും. നമ്മുടെ ഇത് 17ാമത്തെ വർഷമാണ്. പിന്നെ 7 വർഷം കൊണ്ട് നേർക്കാഴ്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 മാസത്തിൽ പുറത്തുള്ളതുണ്ട്. കാരണം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉള്ളവർ പെയിൻറ്റിങ് അല്ലെങ്കിൽ മേശിപ്പണി അങ്ങനെയുള്ള പല ഇലക്ട്രീഷ്യൻ അങ്ങനെയുള്ള പല ജോലികളും ചെയ്തിട്ട് വൈകുന്നേരം വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് 2 ഷെഡുകളുണ്ട് താഴെ മേളിലായിട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് അത് ചെയ്തിട്ട് രാവിലെ അവർ പണിക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത്രയുള്ള കഷ്ടപ്പെടുന്നു. ആൾക്കാർ അറിയാൻ വേണ്ടി ചോദിക്കും, ഇത് വെളിയിൽ നിന്ന് നമ്മൾ ഒരു പിരിവുമില്ല. ഇല്ല, വെളിയിൽ നിന്ന് ഒരു പിരിവില്ല, നമുക്ക് ഒരു പിരിവില്ല. നമ്മൾ ഇപ്പം ജോലിക്ക് പോയിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു വീതം മാറ്റി വെക്കുന്നുണ്ട്. ആ മാറ്റി വെച്ചിട്ട് ആ പൈസ കൊണ്ടാണ് നമ്മളിപ്പം ഇത് ചെയ്യുന്നത്. ഇപ്പൊ 17 വർഷമായി. 18ാമത്തെ വർഷം എന്തെങ്കിലും മാറ്റമുണ്ടോ? 18ാമത്തെ വർഷത്തിന് നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ചെയ്ത് ഇപ്പം നമ്മളൊന്ന് ചെറുതായിട്ടും ചെയ്തിട്ടുള്ളൂ. പക്ഷേ 18ാമത്തെ വർഷം വലിയ പരിപാടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. ഇതാണ് പട്ടാഴി വടക്കേക്കര മാലൂരിൽ എല്ലാ വർഷവും ഉണ്ട്. അടുത്ത പ്രാവശ്യം 18 വർഷമാവുകയാണ് ഇത് തുടങ്ങിയിട്ട്. അടുത്ത പ്രാവശ്യം അവർ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ പുറകിൽ ഒരു കൂട്ടം കലാകാരുണ്ട്. ഈ നാട്ടുകാരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അപ്പം നല്ല പ്രോത്സാഹനം എല്ലാവർക്കും ഉണ്ടാവണം. അടുത്ത പ്രാവശ്യം അവർ വെറൈറ്റി സംഭവം ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഇത് പങ്കുവെക്കണം. ആൾക്കാരെല്ലാവരും കാണട്ടെ. അടുത്ത വർഷം ഇത് തുടങ്ങുമ്പോൾ എല്ലാവരും ഒന്നൊന്ന് കാണാൻ ശ്രമിക്കുക, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക.